ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. ആദരവോടെ നമുക്ക് ഈശോയെ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ദൈവപുത്രാ അങ്ങേക്കാരാധന, യേശുനാഥാ അങ്ങേക്കാരാധന. ദൈവപുത്രാ അങ്ങേക്കാരാധന, യേശുനാഥാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന ഹല്ലേലൂയാ, ആരാധന ഹല്ലേലൂയാ, ആരാധന ഹല്ലേലൂയാ, ആരാധന ഹല്ലേലൂയാ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. ആരാധന ഹല്ലേലൂയാ, 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 ആരാധന ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ യേശു എഴുന്നള്ളിയിരിക്കുന്ന സമയം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം, ദൈവത്തിൽ നിന്നുള്ള സമ്മാനം ദിവ്യകാരുണ്യം. നമ്മുടെ മുമ്പിൽ ഉള്ള ഭാഗ്യപ്പെട്ട നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കാം. സ്നേഹത്തിൻ്റെ അവതാരമായിട്ടാണ് യേശുവിനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. പിതാവായ ദൈവം യേശുവിനെ കുറിച്ച് പറയുന്നത്, സഭ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ അവതാരം. യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം സ്നേഹത്തിൻ്റെ അഭിഷേകം തന്നെയാണ്. അതിൻ്റെ മുമ്പിൽ ക്യാൻസർ രോഗം മാറുന്നതോ വലിയ സാമ്പത്തിക ലാഭം വരുന്നതോ ഒന്നുമല്ല. യേശുവിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. കാരണം നാം ദൈവത്തെ അറിഞ്ഞവരാണെന്ന് തെളിയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്. നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്. യോഹന്നാൻ 13-ാം അധ്യായവും 1 യോഹന്നാൻ 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണിവ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു വചനഭാഗം ശ്രവിക്കാം. 1 കൊരിന്തോസ് 13-ാം അധ്യായം 4 മുതലുള്ള വചനം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
നിറവേറണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആ അഭിഷേകത്തിന് വേണ്ടിയാണ്. 1 കൊരിന്തോസ് 13:4 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കാം. സ്നേഹം എന്താണെന്ന് ദിവ്യകാരുണ്യത്തിൽ നമുക്ക് തിരിച്ചറിയാം. സ്നേഹം കേട്ട് മനസ്സിലാക്കേണ്ടതല്ല, അനുഭവിച്ച് ആസ്വദിക്കേണ്ടതാണ്. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്ന മറ്റൊന്നുമല്ല ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റണം. സ്നേഹിക്കുന്നതിലൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം. ഞങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് ഞങ്ങൾ തെളിയിക്കുന്നത് സ്നേഹത്തിൽ ഞങ്ങൾ വളരുമ്പോഴാണ്. ഞങ്ങളുടെ ആത്മാവിന് സൗന്ദര്യമുണ്ടാകുന്നത് ഞങ്ങൾ സ്നേഹിക്കുമ്പോഴാണ്. കർത്താവേ, ആ ബോധ്യത്തോടെ ഞങ്ങളും ഈ അഭിഷേകം ആഗ്രഹിച്ച് അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഞങ്ങളങ്ങയെ ആരാധിക്കുമ്പോൾ, ഞങ്ങളങ്ങയെ സ്തുതിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയുടെ ഗാനത്തിൽ പങ്കുചേരാം. ജീവനും സ്നേഹവുമായ ദിവ്യകാരുണ്യമേ, സക്രാരിയായ എൻ്റെ ഉള്ളിൽ നീ വാഴാൻ വരേണേ ദൈവപുത്ര. ജീവനും സ്നേഹവുമായ ദിവ്യകാരുണ്യമേ, സക്രാരിയായ എൻ്റെ ഉള്ളിൽ നീ വാഴാൻ വരേണേ ദൈവപുത്ര. നാദാ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അങ്ങൊന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. നാദാ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അങ്ങൊന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. എന്നുള്ളിൽ വാഴുവാനായി എന്നും ചെറുതാകും സ്നേഹമേ, നിന്നോടും നായൊന്നു ചേരാൻ ഉള്ളിൽ ആശയേറുന്നേശുവേ. എന്നിൽ നീ വളരേണം, ഞാൻ കുറയണം, എളിമതൻ ബലിയാകുവാൻ അനുഗ്രഹം തന്നിടണേ.
ജീവനും സ്നേഹവുമായ ദിവ്യ കാരുണ്യമേ, സത്രാരിയായ എൻ്റെ ഉള്ളിൽ നീ വാഴാൻ വരേണേ ദൈവപുത്ര യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ. എഫേസ്യസ് 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധവും ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്, ഈ ആരാധനയുടെ സമയം. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടണം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അവതാരമായി ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് ഈ ചിന്തകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ആ സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ, ആ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ആ സ്നേഹത്തിൽ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സ്നേഹത്തിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥമായിട്ട് നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ ലയിക്കാം. ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥന തുടരാം. നമ്മൾ ആഗ്രഹിച്ചാൽ ഈ അഭിഷേകം കർത്താവ് തരും. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് സ്നേഹത്തിൻ്റെ അഭിഷേകത്തെ നമ്മൾ കാണണം. സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. 1 കൊരിന്ത്യർ 13 കാതലായ സന്ദേശം ഇതാണ്: നിനക്ക് എന്തുമാത്രം വരങ്ങളും ദാനങ്ങളും ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നീ വെറും ശൂന്യം. കർത്താവേ, ആ സ്നേഹത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. 1 കൊരിന്ത്യർ 14:1 നമ്മൾ കാണുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നാം ജീവിതത്തിൽ ലക്ഷ്യം വെക്കേണ്ടത് സ്നേഹത്തിൻ്റെ അഭിഷേകമാണെന്നല്ലേ ഇത് സൂചിപ്പിക്കുക. നിന്റെ ജീവിത ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ. ലൂക്ക 10:25 മുതലുള്ള വചനങ്ങളിൽ നല്ല സമറായക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? സ്നേഹമായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൻ്റെ നിയമം. നാം ചെയ്യുന്ന സകല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യണം. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യണം. സ്നേഹമില്ലാതെ വൻ കാര്യങ്ങൾ ചെയ്താലും അതിന് ദൈവം വില കൽപ്പിക്കില്ല. റോമാലേഖനം 12:9 വചനം കൂടി എടുക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ സ്നേഹം നടിക്കാൻ പറ്റും. ഉള്ള് പരിശോധിക്കുന്ന, ഗുണമേന്മ പരിശോധിക്കുന്ന കർത്താവിനറിയാം നമ്മളിത് വെറുതെ നടിക്കുന്നതാണോ യഥാർത്ഥ സ്നേഹമാണോ. നിന്റെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. ഈ വചനങ്ങളെല്ലാം നമ്മെ ഈ അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. നമുക്ക് സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ നമ്മിൽ പ്രകടമാക്കാൻ പറ്റണം. സ്നേഹത്തിൻ്റെ അഭിഷേകമുള്ളവരിൽ ഈ സൽഫലങ്ങൾ പ്രകടമാകും. സ്നേഹത്തിൻ്റെ സൽഫലങ്ങളായി വചനം നമ്മെ പഠിപ്പിക്കുന്ന, സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്തായി 3:8 നമ്മൾ കാണുന്നുണ്ട്, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ കേട്ട് ആരാധനയിൽ പങ്കെടുത്ത് പോയാൽ പോരാ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. മത്തായി 3:10 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം, നല്ല ഫലങ്ങൾ കായ്ക്കണം. ചീത്ത ഫലങ്ങളല്ല,
നല്ല ഫലങ്ങൾ. ഗലാത്യർ 5:22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പുറപ്പെടുവിക്കണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ ഫലങ്ങളിൽ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹമുള്ളവരിലാണ് മറ്റു ഫലങ്ങൾ പ്രകടമാകുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 4:16 വചനമെടുത്താൽ, സ്നേഹം മൂലം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന വലിയൊരു കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടും, ദൈവത്തിൽ സഹവസിക്കാൻ നമുക്ക് പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ നാം സ്നേഹത്തിൽ വസിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു, നാം ദൈവത്തിലും വസിക്കുന്നു. അതാണ് ദൈവവുമായിട്ടുള്ള സഹവാസം. അത് സാധ്യമാക്കുന്നത് സ്നേഹമാണ്. ഫിലമോൻ 1 വചനമെടുത്താൽ, സ്നേഹം നമുക്ക് നൽകുന്ന മറ്റു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1 ആശ്വാസം, 2 സന്തോഷം. സ്നേഹമുള്ളവർക്കാണ് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷിക്കാനാകുന്നത്. യോഹന്നാൻ 14:23 വായിച്ചാൽ, സ്നേഹമുള്ളവർ വചനം അനുസരിക്കുന്നവരായി മാറും. യോഹന്നാൻ 14:15 കൂടി എടുക്കുകയാണെങ്കിൽ, സ്നേഹമുള്ളവർ കൽപ്പനകൾ പാലിക്കുന്നവരായിരിക്കും. 1 പത്രോസ് 4:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഗാഠമായ പരസ്പര സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കും. പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. ഉൽപ്പത്തി 29:20 യാക്കോബിനെ കുറിച്ചും റാഹേലിനെ കുറിച്ചും നമുക്ക് കാണാൻ പറ്റും. സ്നേഹമുള്ളവർക്ക് ഭാരം കുറഞ്ഞു കിട്ടും. അധ്വാനിക്കുമ്പോഴാണേലും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണേലും അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല, ആനന്ദമായിട്ട് മാറും. റാഹേലിനോടുള്ള സ്നേഹത്തെ പ്രതി 14 വർഷം ലാബാന് വേണ്ടി അധ്വാനിച്ചത് ഏതാനും ദിവസങ്ങൾ പോലെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ കടന്നുപോയത്. 1 കൊറിന്തോസ് 13:4 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്നേഹം സകലതും സഹിക്കും. ഈ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ പുറപ്പെടുവിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ നാം അനുദപിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ സ്നേഹം രുചിച്ച്, അങ്ങയെ സ്നേഹിച്ച്, അങ്ങയുടെ നാമത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഇതാ ഞങ്ങൾ അനുതാപത്തോടെ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപക്കറകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കരസ്പർശനത്താൽ അവിടുത്തെ സ്നേഹം അനുഭവിച്ച് കർത്താവേ, സ്നേഹത്തിൽ ഞങ്ങളുടെ ശേഷിച്ച ജീവിതം ചിലവഴിക്കുവാനുള്ള കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈ അനുതാപ ഗാനത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ ഹൃദയവികാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുകയും ചെയ്യാം. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു.
കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. കാൽവരി മലയുടെ കീഴിലായി ഞാൻ തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. യേശുവേ, കരുണ തോന്നണമേ. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കാം. ഹൃദയം കൊണ്ട് കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി വരും. കർത്താവേ, എനിക്കും സ്നേഹത്തിൻ്റെ അഭിഷേകം വേണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞാൽ കർത്താവ് ഇത് നൽകിയിരിക്കും. ആ ബോധ്യത്തോടെ ഈശോയുടെ സ്വരം ശ്രവിക്കാം, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. രണ്ട് വിശുദ്ധരുടെ മൊഴി നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഉറപ്പിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത്, നമുക്ക് സ്നേഹിക്കാം. അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഹൃദയം. നമുക്കെല്ലാവർക്കും ഒരു ഹൃദയമുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സ്നേഹിക്കാം. പരിശുദ്ധമായ സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, പരമോന്നത സ്നേഹം, ഇതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ഹൃദയം. ആ ഒരു ബോധ്യത്തോടെ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം സംശുദ്ധമാണെങ്കിൽ, കളങ്കമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹമാണെങ്കിൽ അത് വില കൊടുക്കും, നൊമ്പരമെടുക്കും, സ്വയം ശൂന്യവൽക്കരിക്കും. നമ്മുടെ സ്നേഹം സംശുദ്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും. വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥ സ്നേഹികളാണ്, സ്വാർത്ഥമതികളാണ്, സ്നേഹം നടിക്കുന്നവരാണ്. നൊമ്പരമെടുക്കാൻ, സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നൊമ്പരമെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹം സംശുദ്ധമല്ല. സ്വയം ശൂന്യവൽക്കരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ സ്നേഹം സംശുദ്ധമല്ല, അത് വെറും പ്രകടനം മാത്രമാണ്. പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കരുണയുള്ള കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളുടെ മേൽ അവിടുത്തെ കരമുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് ഇവരെ ആശീർവദിക്കണമേ, ഇവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാറ്റിനുമുപരി അവിടുത്തെ സ്നേഹത്തിൻ്റെ, പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വലിയ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.